ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സവേക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഡേ വീട്ടിൽ നിന്നപ്പോഴേക്കും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നടന്നു മടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇതിനു മുമ്പ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് ക്യാബറൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് സ്ഥിരമായിട്ട് ടാക്കിൾസ് അയച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവരുടെ ഒരു സ്പോൺസേർഡ് വീഡിയോ ആണ്. അവർ നമുക്ക് അയച്ചു തരുന്ന ടാക്കിൾ ഒക്കെ മീൻ പിടിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരണം. ഈ സാധനം ഇതാണ്, ഇതുണ്ടോ? ഇതൊരു പുതിയ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഏരിയയിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത ഫ്ലിപ്പ് ഫ്രോഗാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ മീൻ പിടിക്കാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കണ്ടമാണ് കേട്ടോ, അതിൻ്റെ സൈഡിലാണ് നമ്മൾ ചൂണ്ടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിന്ന് നമ്മൾ ഈ ഫ്രോഗ് യൂസ് ചെയ്ത് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് കാണിക്കും. അത് മാത്രമല്ല, ഈ ഫ്രോഗിൻ്റെ വ്യത്യാസം, അതായത് സാധാ ഫ്രോഗിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ അണ്ടർ വാട്ടർ ഫുട്ടേജ് കാണിക്കും. അതായത് ചേർമീൻ പോലെയുള്ള മീനുകൾ ല്യൂറിൽ അടിക്കുന്നത് അതിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ്. അപ്പം നമ്മൾ ആ വൈബ്രേഷൻ അത് നമ്മൾ അണ്ടർ വാട്ടർ എടുത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം. ഇത് മേടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രോഗും ഹുക്കും നമ്മൾ സെപ്പറേറ്റ് ആണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ നിയോബിയുടെ വേം ഹുക്കാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഈ കാണുന്നത് പോലെ ഫ്രോഗിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് കയറ്റിയിടുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രോഗിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഫുള്ള് ഓപ്പൺ ചെയ്ത് അപ്പുറം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി വെയ്റ്റ്ലെസ് ആണ്. ഒരിക്കലും വെയിറ്റ് ആഡ് ചെയ്യരുത്. വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ നഷ്ടപ്പെടും. ഫ്ലിപ്പ് ഫ്രോഗ് കണ്ടല്ലോ, നല്ല അടിപൊളി റിസൾട്ടാണ്. നമുക്ക് കിട്ടിയത് ചെറിയൊരു മീനാണ്, പക്ഷേ അത് കുഴപ്പമില്ല. അവർ നമുക്ക് അയച്ചു തന്നിട്ട് കുറച്ച് നാളായെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ, നല്ല ഹുക്കാണ്. ഇട്ടപ്പോഴും മീനടിച്ചു, തീർന്നാണ് മീനടിച്ച്. അത്യാവശ്യം ചെറിയ മീനാണ്, പക്ഷേ ഇതിനെ ഞാൻ എടുക്കുവാണ്. നമ്മുടെ ഈ ലൂറ ആദ്യമായിട്ട് കിട്ടിയ മീനായതുകൊണ്ട് ഇതിനെ കളയുന്നില്ല. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഫ്രോഗിൽ എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയ സ്ട്രൈക്കുകളാണ്. വാഗയുടെ നല്ല കിടുക്കൻ സ്ട്രൈക്കുകൾ.
ഞാൻ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മീൻ്റെ സൈസ് കണ്ടല്ലോ. ഇതിൽ നിന്നപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഈ സാധനത്തിൽ നമുക്ക് ചെറിയ നാടൻ വരാല ഒക്കെ പിടിക്കാനായിട്ട് ബെസ്റ്റാണ്. ഹുക്കാകുന്നുണ്ടോ? നമുക്ക് എടുക്കാത്ത ഹുക്കാണ്. എന്താണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റാത്ത സൈസാണ്. നമ്മളിവനെ പയ്യെ റിലീസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇവനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പയ്യെ റിലീസ് ചെയ്യാം. ഈ പൊടി വളർന്ന് വലുതായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നാടൻ വരാൽ കിട്ടുമോ എന്നുള്ള സംശയം മാറി. നല്ല ചെറിയൊരു നാടൻ വരാൽ കണ്ടോ. ചെറുതാ, തീരെ ചെറുതാണ്ടോ. അവനെയും കിട്ടി. ഹുക്ക് അയക്കുന്നുണ്ടോ? നല്ല അടിപൊളി ഹുക്കാണ്. ഉണ്ടോ? വേണ്ട വീണ്ടും വരാല്. പക്ഷെ അവൻ നമുക്കൊരു പണി വന്നു. നമ്മുടെ ബ്രൈഡ് കുറച്ച് ചുറ്റി മിക്കവാറും കട്ട് ചെയ്ത് വേണ്ടി. ഇതുണ്ട് നമ്മുടെ ബ്രൈഡ് ഇവിടെ വെച്ച് മൊത്തം ചുറ്റി പറിച്ചിട്ടിരിക്കുകയാണ്. ഹുക്ക് ആയിക്കഴിഞ്ഞാൽ മെയിൻ ഊരിപ്പോകാന്നുള്ളത് ഇമ്പോസിബിൾ ആണ് കേട്ടോ. ഞാൻ നോക്കി വെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടിയ ഹുക്ക് 4 ഹുക്ക് അടിപൊളി ഹുക്കായിരുന്നു. അപ്പം ഒന്നും പറയാനില്ല. ഒന്നും കൂടെ നോക്കാം, വലുത് വല്ലതും കിട്ടും നോക്കാം. അപ്പോൾ അതിലെ റിസൾട്ട് കണ്ടല്ലോ, വാഗയൊക്കെ ചുമ്മാ ചറ അടിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. അതായത് സാധാ ഫ്രോഗും ഈ ഫ്ലിപ്പ് ഫ്രോഗും തമ്മിലുള്ള ഡിഫറൻസ് അണ്ടർ വാട്ടർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളപ്പോൾ ലിവറിൻ്റെ ആക്ഷൻ കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കാൻ പോവുകയാണ്. കാരണം ഇതുവരെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ലിവറിൻ്റെ ആക്ഷൻ നമ്മൾ അത്ര കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. നമ്മുടെ ഒത്തിരി ആൾക്കാർ പറഞ്ഞായിരുന്നു അതൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ്, ആളൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ, സോറി വീഡിയോഗ്രാഫറാണ്. കുറച്ച് തിരക്കുള്ളൊരു മനുഷ്യനാണ്, ഇന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവൻ്റെ ഈ ക്യാമറയിൽ നമുക്ക് ഇതിൻ്റെ ആക്ഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കാണിച്ചു തരാം, ബാ. ഇതാണ് നമ്മുടെ സാധാ റബ്ബർ ഫ്രോഗ് കേട്ടോ, സാധാ റബ്ബർ ഫ്രോഗ്. അപ്പോൾ നമ്മളിതിനെ വലിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ റോഡിൻ്റെ ടിപ്പിൻ്റെ അറ്റം വെച്ച് നമ്മളൊരു ആക്ഷൻ കൊടുക്കണം. എന്നാലേ ഉള്ളൂ അതിന് കറക്റ്റ് ആക്ഷൻ കിട്ടത്തുള്ളൂ. അതേസമയം ഫ്ലിപ്പ് ഫ്രോഗ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഫ്രോഗ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ടിപ്പിൻ്റെ ആക്ഷൻ കൊടുക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനതിനെ ചുമ്മാ ജസ്റ്റ് എറിഞ്ഞ് കഴിഞ്ഞിട്ട് ചുമ്മാ റിട്രൈവ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ലെഗ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്ത് ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട്, നല്ല സൗണ്ടാണ്, നമുക്കത് കരയ്ക്ക് നിന്ന് തന്നെ കേൾക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു വൈബ്രേറ്റിംഗ് സൗണ്ട് അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ സൗണ്ടിന് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ സ്നേക്ക് ഹെഡ് ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു വൈബ്രേഷനിലാണ്. ഇതുപോലെ നമ്മുടെ അണ്ടർ വാട്ടർ ക്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്മുടെ നോർമൽ ഫ്രോഗ് വരുന്നതും കാണാം. അതിൻ്റെ സൗണ്ടൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ ഫ്ലിപ്പ് ഫ്രോഗാണ് ഇനി വരുന്നത്. വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസവും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.
അപ്പോൾ എല്ലാ സാധനത്തിനും ഉള്ളതുപോലെ ഇതിനും 2 വശങ്ങളുണ്ട്. ഇതിനും അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല റിസൾട്ടാണ്. അതായത് ചെറിയ മീനിനും വലിയ മീനിനും വാഗ, വരാൽ, ചേറുമീൻ ഈ 3 സാധനത്തിനും ഈ ഫ്രോഗിനും നല്ല റിസൾട്ടാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചുമ്മാ ഫ്രീ ട്രയലിൽ തന്നെ നല്ല വൈബ്രേഷനും നല്ല ആക്ഷനും ഉണ്ട്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് സീമൻ എന്ന് പറയുന്ന കമ്പനിയുടെ ലിവറാണ്. അത് വേൾഡ് ഫേമസ് കമ്പനി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കേട്ടോ, നമ്മൾ സാധാ കിട്ടുന്ന ഫ്ലിപ്പ് ഫ്രോഗ് പോലെയല്ല. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കീറിയൊന്നും പോകത്തില്ല. പിന്നെ ഇതിൻ്റെ ചെറിയ മൈനറായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. നമുക്ക് ഇതിനകത്ത് വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ സാധനം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കുള്ള വലിയ മീനുകൾ കുറേ എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഫ്രോഗിൻ്റെ അത്രയും ലൈഫ് ഇതിന് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിന് റിസൾട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നല്ല വാഗയൊക്കെ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ റിസൾട്ടുള്ള സാധനം എടുത്തെറിയാനാണെങ്കിൽ ഇത് പൊളിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മേടിക്കുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാപിറ്റൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവുക. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നല്ല ഫാസ്റ്റ് ഡെലിവറിയാണ്, അവർ നമുക്ക് അയച്ചു തരുന്നതാണ് പ്രോഡക്റ്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ. ഇത് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ഈ ലോറ് മാത്രമല്ല, ഒത്തിരി ലോറുകളും അതുപോലെ തന്നെ റോഡും റെയിലും എല്ലാം വിൽക്കുന്നൊരു ഓൺലൈൻ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നൊരു വെബ്സൈറ്റാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ്.